ഫുട്ബോളിൽ സ്പോർട്സ് സൈക്കോളജി അല്ലെങ്കിൽ പെർഫോമൻസ് സൈക്കോളജി ഏതെടുത്താലും നമ്പർ 1 ഫാക്ടറായിട്ട് വരുന്നത് വിഷ്വലൈസേഷനാണ്. ഞാൻ ഒരുപാട് സൈക്കോളജി ആർട്ടിക്കിൾ വായിച്ചതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ച ഒന്നാണ് വിഷ്വലൈസേഷൻ ഓഫ് പ്ലേയേഴ്സ്. കാരണം ഇത് റൊണാൾഡോ കൂടി പറയാറുണ്ട്, എപ്പോഴും പറയാറുണ്ട് വിഷ്വലൈസേഷൻ. ഈ വിഷ്വലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ഡേ ഡ്രീമിംഗ് അല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. കാരണം ഒരു പ്ലെയറിന് തീർച്ചയായും ട്രെയിനിങ് സെഷൻ ഉണ്ടാവും. ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ് ദിവസം ഒരു 3 ഷോട്ട്, ഒരു 30 സെക്കൻഡ് വിഷ്വലൈസേഷൻ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. മാച്ചിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് ട്രെയിനിങ് സെഷനിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇതാണ് വിഷ്വലൈസേഷനിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. അതായത് 10 സെക്കൻഡിന്റെ ഒരു 3 ഷോട്ടായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെ വരുന്ന ഫൈറ്റ് ബോൾ, കോണ്ടാക്ട് സ്പോട്ട് എവിടെയായിരിക്കും, ഞാൻ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എൻ്റെ ആംഗിൾ എങ്ങനെയായിരിക്കും, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. പെനാൽറ്റി അടിക്കുന്നത് വിഷ്വലൈസ് ചെയ്യുക, ഒരു കോർണർ വരുമ്പോൾ ആ ഹെഡ് എങ്ങനെ കണക്ട് ചെയ്ത് വിഷ്വലൈസ് ചെയ്യുക. ഈ വിഷ്വലൈസേഷനാണ് റൊണാൾഡോയും പറയുന്നത്. വിഷ്വലൈസ് ചെയ്താലേ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്. പല സ്കില്ലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ കളിക്കാരാകുന്നത്. അപ്പം വിഷ്വലൈസ് ചെയ്യുക. ഫുട്ബോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് ബൈ ഫ്രം ദ കോച്ച് മനീഷ്. താങ്ക് യു.